ഇവളുമാരെ കാണാണ്ട് പോവാൻ പറ്റില്ല കേട്ടോ. രണ്ടാളും നല്ല ഉറക്കത്തില്ല. എനിക്കാണെങ്കിൽ ഇവരെ എണീപ്പിക്കാണ്ട് ഒരു സമാധാനം ഇല്ല. കയ്യാണ്ട് കാണിച്ച് വിളിച്ചു എണീക്കില്ല. അടുത്ത് പോയി ഉണ്ടക്കണ്ണും വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തേക്ക് ഒന്നും കൂടെ പോയപ്പോ അവള് തിരിഞ്ഞിരുന്നു. പോട്ടെ, പിണക്കത്തിലാണെങ്കിൽ പോട്ടെ, ഫുഡിന് നീ എന്റെ അടുത്തേക്ക് തന്നെ വരുമല്ലോ. ഇവിടെ പോകുന്ന വഴിയിൽ ഒരുപാട് കൃഷിപ്പാടങ്ങളും നല്ല നല്ല കാർ റെന്റൽ കിട്ടുന്ന സ്ഥലങ്ങളും പിന്നെ നല്ല കിടിലം വീടുകളും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു പ്ലെയിൻ റൺവേയിൽ കയറി പറക്കാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇവിടെ വരുമ്പോ ചെടികളിലെല്ലാം ഇല ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇലയായി. മൊബൈൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ ഷോപ്പായിട്ട് അർത്ഥം. ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ബാക്കിലൊക്കെ മല കാണാം, നല്ല രസമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. നോക്കി ഒരു തടിച്ച് കൊഴുത്തൊരു പശു നിൽക്കണ. എന്റെ മോനെ, നമ്മളിന്ന് പോകുന്നത് പച്ചക്കറി മാർക്കറ്റിലേക്കാട്ടാ. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. പോലീസ് സേന കണ്ട. നമ്മൾ ആദ്യം പോയി ഉരുളങ്ങണ്ട് ഒരുപാട് വെറൈറ്റി പച്ചക്കറികളുണ്ട് കേട്ടോ. ആപ്പിളിന്റെ തന്നെ വൻ ശേഖരം തന്നെ ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല, സ്ട്രോബെറി ഒക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, അതിനിടയിൽ തണ്ണിമത്തൻ ഉരുണ്ടിരിക്കണ തണ്ണിമത്തം കണ്ട്. സ്ട്രോബെറിയുടെ റെഡ് കളർ കണ്ട. ഓറഞ്ച് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. അതൊരു ശരാശരി പച്ചക്കറി മാർക്കറ്റാണ്. സബോളക്കൊക്കെ 100 രൂപ എഴുതി വെച്ചിട്ടുണ്ട്. തക്കാളി ഒരുപാട് വെറൈറ്റി തക്കാളി കണ്ടു കേട്ടോ. പിന്നെ ഞാൻ പോയി സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ നാട്ടിലത്തെ പച്ചമുളകൊന്നും കണ്ടില്ല കേട്ടോ. വേറെ പച്ചമുളക് കണ്ട്. ക്യാബേജിന്റെ ഒരുപാട് വെറൈറ്റികൾ കണ്ടു. ബീട്രൂട്ട്, ഇത് ക്യാരറ്റ്, അതുപോലെ വെള്ള അമരക്കായ കണ്ടു. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. പിന്നെ നമ്മുടെ ഒലീവ് കണ്ടു കണ്ട. പിന്നെ ഒരുപാട് ബീൻസിന്റെ വെറൈറ്റികൾ കണ്ടു. ഇതൊന്നും നമ്മൾ മേടിച്ചില്ല. നമ്മൾ കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിക്കാൻ പോകുള്ളൂ കേട്ടോ. തക്കാളി, പല തക്കാളികൾ ഞാൻ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞു. ചില സാധനങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് എന്താന്ന് മനസ്സിലായി ആർക്കെങ്കിലും? പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴമല്ല കേട്ടോ. ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. അവകാഡോ കണ്ടു. ഇഞ്ചിക്കൊക്കെ 600 രൂപ കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്? ഫ്രഷ് കേട്ടാ.